വേഗമില്ല നടപ്പതിനൊട്ടും വേണമെങ്കിലെടുത്തു കൊള്ളണം. എന്താ പറഞ്ഞത്? എനിക്ക് ഒട്ടും നടക്കാൻ വേഗം കിട്ടണില്ല കൃഷ്ണ, എൻ്റെ കാലൊക്കെ തളരണു. ഒരു കാര്യം ചെയ്യൂ, ഞാൻ കൂടെ വരണമെന്നുണ്ടെങ്കിൽ എന്നെ എടുക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണനോട് ആ എടുക്കൂ എന്ന് പറഞ്ഞ സമയത്ത് താൻ ആരോ ആണ് അല്ലേ, ഞാൻ കൂടെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എടുത്തിട്ട് നടന്നോളൂ എന്നുള്ള ഭാവം അങ്ങോട്ട് വന്നപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. എന്താ ഉണ്ടായത് പിന്നെ? ചാലേ തപ്പിപ്പിടിച്ചപ്പോൾ കണ്ടില്ല, അയ്യോ ഇതു ചെയ്യല്ലേ കണ്ണാ, അയ്യോ ഇതു ചെയ്യല്ലേ കണ്ണാ. തോളിൽ കയറി എന്നാണ് പറയണത്. ഭഗവാൻ ശരി ഞാൻ എടുക്കാം എന്നുള്ള മട്ടിൽ പറഞ്ഞപ്പോൾ ഭഗവാന്റെ തോളിൽ കയറാൻ പുറപ്പെട്ടപ്പോൾ മുകളിലേക്ക് അങ്ങോട്ട് എത്താൻ ഭാഗത്തിന് എത്തിയപ്പോഴേക്കും ഭഗവാൻ ഇങ്ങോട്ട് പെട്ടെന്ന് കാണാണ്ടായി. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്തേ. ഇന്ന് വ്യാഴാഴ്ച നമ്മൾ ആ ഭഗവാന്റെ കാൽക്കൽ രാസപഞ്ചാധ്യായിയിൽ രണ്ടാമത്തെ ഭാഗം, അതായത് മൂന്നാമത്തെ ദശകം 67ാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാ സജ്ജനങ്ങളും ഈ ദശകം അതേ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. ഗുരുവായൂരപ്പാ ശരണം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ, കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും. നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ, പരമതിലൊരു ദൈവം മറ്റെനിക്കല്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നേൻ. ഓം ജനകായ നമ, ഓം ജനയിത്രൈ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. കഴിഞ്ഞ ആ 2 ദശകങ്ങൾ പറയുന്ന സമയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞു ഭഗവാൻ ആ ഗോപികമാരെ ആദ്യം വേണുഗാനത്തിലൂടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു അല്ലേ. 65ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ സമീപത്തേക്ക് ഗോപികമാരെത്തിയ ഭാഗമാണ് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു അവർ വന്ന സമയത്ത് ഭഗവാൻ ആദ്യം ഒരു വിമുഖത കാണിച്ചു അല്ലേ, കുലധർമ്മം ഇങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു അഭാവം ഭഗവാൻ കാണിച്ചു അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ നിഷ്കളങ്കത, അവരുടെ ആ ഭക്തി കണ്ട സമയത്ത് വീണ്ടും അതെ അവരിൽ പ്രസാദിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സമയം കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭഗവാന്റെ കൂടെ ആ ക്രീഡകളിൽ ആനന്ദിച്ചും കൊണ്ട് ആസ്വദിച്ചും കൊണ്ട് അവർ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഗോപികമാർക്ക് ഒരു ഭാവം വന്നു എന്നാണ്. ലക്ഷ്മീവതിയായ ഭഗവാൻ എന്നിലേക്ക് ആകൃഷ്ടനായിട്ട് ഇരിക്കണു അല്ലേ, ഞാനല്ലാണ്ട് ഭഗവാന് സാധിക്കില്ല, ഞാൻ ആണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്നൊരു ഭാവം ആ ഗോപികമാർക്ക് എല്ലാവർക്കും ഒരേപോലെ തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നുള്ള ആ ഭാവം വന്നപ്പോഴേക്കും നമ്മളിതിന് മുൻപ് എത്രയോ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നുള്ള ഭാവം ഭഗവാൻ വെച്ച് ഉറപ്പിക്കില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ അഹങ്കാരം വരാൻ പാടില്ല എന്നുള്ള ഭാവത്തിൽ, അല്ലെങ്കിൽ വിരഹത്തിലൂടെ ആ ആനന്ദത്തിന് ആ മധുരം ഇരട്ടിപ്പിക്കാനോ എന്ന് തോന്നുമാറ് ഭഗവാൻ പെട്ടെന്ന് അവരുടെ അടുത്തുനിന്ന് മറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ മറിഞ്ഞ ഭഗവാൻ എങ്ങോട്ടാണ് പോയത് അതും പറയുന്നുണ്ട്.
ഭഗവാൻ ആ രാധാദേവിയുടെ കൂടെ അവിടുന്ന് അന്തർധാനം ചെയ്തു എന്നാണ് പറയുന്നത്. രാധാദേവിയോട് എന്തിനാണ് കൂടുതൽ പ്രിയം എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റുള്ള ഗോപികമാർക്കൊക്കെ ആ അഹന്ത വന്ന സമയത്തും ഭഗവാനിൽ ആ മനസ്സുറപ്പിച്ചും കൊണ്ട് അഹങ്കാരം വരാണ്ട് അല്ലേ, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ആത്മാർത്ഥമായിട്ട് സ്നേഹം എന്നുള്ള ഭാവത്തിലൂടെ ആരാധിക്കുകയാണ് രാധാദേവി ചെയ്തത്. അപ്പോൾ ആ രാധാദേവിക്ക് അഹങ്കാരം വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രാധികയുടെ കൂടെ ഭഗവാൻ അവിടുന്ന് സ്വൈരവിഹാരത്തിനായിട്ട് അവിടുന്ന് മറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഭഗവാൻ അങ്ങോട്ട് മറിയലും അപ്പോഴേക്കും ആ ഗോപികമാർക്ക് എന്തെന്നില്ലാത്ത സങ്കടമായി അല്ലേ. അങ്ങനെയല്ലേ ആ ഭഗവാന്റെ ആ സാന്നിധ്യം നമ്മുടെ അടുത്തുനിന്ന് പോണ സമയത്ത് കഴിഞ്ഞ ദശകം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഭഗവാന്റെ ആ സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവത് ആ ഒരു എന്താ പറയുക ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമ്മുടെ അടുത്തുനിന്ന് അങ്ങോട്ട് വിട്ടുമറിയുന്ന സമയം നമുക്ക് നന്നായിട്ട് സ്പഷ്ടമായിട്ട് മനസ്സിലാവും ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ആ ഐശ്വര്യങ്ങളൊക്കെ മാറണ പോലെ, ദൈവാധീനം വിട്ടു പോണ പോലെ, എന്തൊക്കെയോ ഒരു ദുശകുനം പോലെ അല്ലേ, എന്ത് ചെയ്യുമ്പോഴും ഒരു തൃപ്തിയില്ലായ്മ പോലെ അങ്ങനെ ഒരു ഭാവം വരാറില്ലേ. അപ്പോൾ അത് ഒരു കമിതാവ് എന്നുള്ള രീതിയിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ കൂടെ ക്രീഡിക്കണ ഗോപികമാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വിരഹം അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല എന്നാ. ആ വനങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുകയാണ് ഭഗവാനെ തെരഞ്ഞുകൊണ്ട്. അവിടെ ആ അത്രയധികം വിഷമം വന്നിട്ട് അവിടെ കാണുന്ന മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും അല്ലേ, ആ തരുലത എല്ലാ ആ ജീവികളോടും അവിടെ ചോദിക്കുകയാണ്, കൃഷ്ണനെ കണ്ടുവോ, നിങ്ങൾ കണ്ടുവോ ഞങ്ങളുടെ കൃഷ്ണനെ? കൃഷ്ണൻ ഞങ്ങളെ കഷ്ടത്തിലാക്കിയല്ലോ, ഞങ്ങളെ വിട്ടിട്ട് ഞങ്ങളുടെ ഹൃദയം കവർന്നുകൊണ്ട് ഞങ്ങളെവിടെ ബാക്കി വെച്ചിട്ട് ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. ആ ഭംഗിയായിട്ട് മണിപ്രവാളത്തിൽ കുഞ്ചനമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്, ഖേദിച്ചും വനഭുവി തദ്വിശേഷമെല്ലാം ചോദിച്ചും തരുമൃഗ പക്ഷി ജാതിയോടെ രോദിച്ചും നയനജലങ്ങൾ വാർത്തും ഭേദിച്ചും മദനശരേണ ചിത്തരംഗം. എന്തുകൊണ്ടാണ് അവർക്ക് വിഷമം വരണം, എന്തുകൊണ്ടാണ് വിരഹം വരണത് എന്ന് വെച്ചാൽ അവരുടെ ഹൃദയം ഭേദിച്ചിട്ടുള്ളത് ആ കാമം കൊണ്ടാണ് അല്ലേ. ആ കാമബാണം കൊണ്ട് ഭേദിച്ചിട്ടുള്ളത് കാരണം അവർക്ക് സഹിക്കാൻ സാധിക്കണില്ല, ഭഗവാനെ വിട്ട് നിൽക്കാൻ സാധിക്കണില്ല. അങ്ങനെ ആ കാണുന്ന വനത്തിലെ എല്ലാ ജീവികളോടും ചോദിച്ചു നടക്കുകയാണ്, നിങ്ങൾ കണ്ടുവോ ഞങ്ങളുടെ കൃഷ്ണനെ, എവിടെ പോയി എന്നറിയോ ഞങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച് വളരെയധികം വിഷമിച്ചിട്ട് അവർ നടക്കുകയാണ്. ഈ ഭാഗമൊക്കെ കൃഷ്ണനാട്ടത്തിലെ ആ രാസക്രീഡയിൽ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തവണയെങ്കിലും കാണേണ്ട ഭാഗം തന്നെയാണ്. അത് കഴിഞ്ഞ ഭഗവാൻ രാസലീല ആടണ ഭാഗം അതെ, ആ മുല്ലപ്പൂച്ചുറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഭാഗമുണ്ട് കൃഷ്ണാട്ടത്തിൽ. നല്ല ഭംഗിയാണ്, ഒരു തവണയെങ്കിലും കാണേണ്ട ഒരു കഥ തന്നെയാണ്. എന്തായാലും അവരങ്ങനെ തിരഞ്ഞു നടക്കുമ്പോൾ അപ്പോഴേക്കും പെട്ടെന്ന് ചിലർക്കതാ ഒരു ഭ്രമം തോന്നുകയാണ്. ഭാവനയിൽ ഭഗവാൻ മുൻപിൽ വന്ന് നിൽക്കണ പോലെ അങ്ങോട്ട് കാണുമ്പോഴേക്കും അത്യധികം ആനന്ദം. എന്നിട്ട് ആ ഗോപിക പറയുന്നു, ഇതാ ഞാൻ കാണുന്നു, എൻ്റെ മുന്നിൽ ഇതാ കാണുന്നു എന്ന് പറയുമ്പോഴേക്കും മറ്റുള്ളവരെല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കണില്ല. അപ്പോഴേക്കും മനസ്സിലായി ഇവള് ഭ്രമിച്ചിട്ട് പറയുകയാണ്, ഇവളെ അറിയാണ്ട് മനസ്സിലെ ഭാവന കൊണ്ട് കണ്ടിട്ട് പറയുകയാണ്, എന്നാ അവൾക്ക് അതിനെങ്കിലും സാധിച്ചുല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ പോലും ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള മട്ടില് അങ്ങനെ ചോദിക്കണത് കൊണ്ട് ഇവർക്ക് ദുഃഖം ഇരട്ടിക്കുകയാണെന്നുള്ള ഭാവം കൂടി മേൽപ്പത്തൂർ സൂചിപ്പിക്കുന്നു. എന്തായാലും പിന്നെ ഭഗവാനെ കാണുന്നില്ല, എത്ര തെരഞ്ഞു നടന്നിട്ടും അതേ ഭഗവാനെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ അവരൊരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് ആ ഭഗവാൻ അതുവരെ ആടിയിട്ടുള്ള കേളികളൊക്കെ അവരവിടെ ആ ആടുകയാണെന്നാണ് പറയുന്നത്. നോക്കൂ, ആ ഭഗവാനിലുള്ള അത്രയും മനസ്സങ്ങോട്ട് ആകൃഷ്ടമായത് കാരണം ഭഗവാനെ കുറിച്ച് മാത്രമേ ചിന്ത വരണുള്ളൂ. അപ്പം എന്താ ഭഗവാൻ ആടിയ ലീലകൾ, പൂതനാമോക്ഷം, ശകടാസുരവധം, തൃണാവർത്തവധം അല്ലെ, ആ ഉലൂഖലബന്ധനം, ഗോവർദ്ധനോദ്ധാരണം, കാളിയമർദ്ദനം എന്ന് വേണ്ട സകല ലീലകളും അതെ അവരവിടെ അങ്ങോട്ട് ആടുക. അതാണ് ചെയ്യണം. ആ ഗോപികമാരെല്ലാവരും കൂടി നിന്നിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് മനസ്സിലേക്ക് ഉള്ളിലെടുത്തും കൊണ്ട് അവരെന്നെ ഭഗവാനായും കൊണ്ട് നോക്കൂ, ആ തന്മയീഭാവമാണ് അവിടെ കാണിക്കുന്നത്. അവരെന്നെ ആ ഭഗവാനായും കൊണ്ട് ആ ലീലകളൊക്കെ തങ്ങളാടണ പോലെ അങ്ങോട്ട് ആടാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിച്ചു കൂട്ടി. അതിനുശേഷം പിന്നെ അവരിങ്ങനെ തിരഞ്ഞു നടക്കണ സമയത്ത് ആരെ കണ്ടു? രാധാദേവിയെ കണ്ടു എന്നാണ് പറയുന്നത്. നോക്കൂ, ആദ്യം രാധാദേവിയുടെ കൂടെയാണ് ഭഗവാൻ പോയത്. ഇപ്പോൾ ആ രാധാദേവി അതേ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്? അത് പറയാറുണ്ട്, ഒരു കീർത്തനത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. കുറച്ചങ്ങോട്ട് ദൂരം ചെന്നപ്പോൾ രാധയ്ക്ക് തോന്നിയെന്നാ, ബാക്കിയുള്ള ഗോപികമാരെയൊക്കെ വിട്ടിട്ട് എൻ്റെ കൂടെ കൃഷ്ണൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മഹാത്മ്യം അല്ലെ, എൻ്റെ ആ അനുരാഗത്തിൽ ആകൃഷ്ടനായിട്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത്, എൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത് എന്നുള്ള ഭാവം അങ്ങോട്ട് വരലും ഭഗവാനോട് പറഞ്ഞു എന്നാണ്. വേഗമില്ല നടപ്പതിനൊട്ടും വേണമെങ്കിലെടുത്തു കൊള്ളണം. എന്താ പറഞ്ഞത്? എനിക്ക് ഒട്ടും നടക്കാൻ വേഗം കിട്ടണില്ല, കൃഷ്ണൻ്റെ കാലൊക്കെ തളരണു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ കൂടെ വരണമെന്നുണ്ടെങ്കിൽ എന്നെ എടുക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണനോട് ആ എടുക്കൂ എന്ന് പറഞ്ഞ സമയത്ത് താൻ ആരോ ആണ് അല്ലേ, ഞാൻ കൂടെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എടുത്തിട്ട് നടന്നോളൂ എന്നുള്ള ഭാവം അങ്ങോട്ട് വന്നപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ. എന്താ ഉണ്ടായത് പിന്നെ? വേഗമില്ല നടപ്പതിനൊട്ടും വേണമെങ്കിലെടുത്തു കൊള്ളണം, ചാലേ തപ്പിപ്പിടി
ചോദിച്ചപ്പോൾ കണ്ടില്ല, അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണാ, അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണാ. തോളിൽ കയറി എന്നാണ് പറയണത്. ഭഗവാൻ ശരി ഞാൻ എടുക്കാം എന്നുള്ള മട്ടിൽ പറഞ്ഞപ്പോൾ ഭഗവാന്റെ തോളിൽ കയറാൻ പുറപ്പെട്ടപ്പോൾ മുകളിലേക്ക് അങ്ങോട്ട് എത്താൻ ഭാഗത്തിന് എത്തിയപ്പോഴേക്കും ഭഗവാൻ ഇങ്ങോട്ട് പെട്ടെന്ന് കാണാണ്ട് കഴിയുന്ന. അപ്പോൾ എന്തായി, അവിടെ അങ്ങോട്ട് വീണു അല്ലെ, ആ നിലത്ത് ആ പുറടിച്ചും കൊണ്ട് രാധാദേവി വീണ സമയത്ത് അപ്പോഴാണ് ബോധം ഉണ്ടായത് ഭഗവാൻ പോയി എന്ന്. ഭഗവാൻ പോയപ്പോൾ ആ വീഴ്ചയോടുകൂടി ഉള്ളിലുള്ള അഹന്തയും വീണുടഞ്ഞു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഭഗവാൻ അന്തർധാനം ചെയ്തപ്പോഴാണ് മനസ്സിലായത് അഹങ്കാരം വന്നു മറ്റുള്ള ഗോപികമാരെ പോലെ. അപ്പോൾ അവിടെ ഇരുന്ന് കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗോപികമാരുടെ കൂട്ടൂല്ല, ഭഗവാന്റെ കൂട്ടൂല്ല, കാട്ടിൽ താൻ ഒറ്റയ്ക്കാണ്, കാട്ടിലാണെങ്കിൽ ദുഷ്ടമൃഗങ്ങളുണ്ട് അല്ലേ, അതും ആ കീർത്തനത്തിൽ ഭംഗിയായി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഭഗവാനെ വിട്ടു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കരഞ്ഞിരിക്കുന്ന സമയത്താണ് മറ്റുള്ള ഗോപികമാർ അങ്ങോട്ട് തിരഞ്ഞു വരുന്നത്. അങ്ങനെ ആ വരുന്ന സമയത്ത് രാധാദേവിയെ കണ്ടപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതന്നെയാണ് പറ്റിയത്, നിങ്ങൾക്ക് പറ്റിയത് തന്നെയാണ് എനിക്കും പറ്റിയത്. എനിക്കും അതേ അഹങ്കാരം വന്നു, ഞാൻ ചിന്തിച്ചു കൃഷ്ണൻ എൻ്റെ മാത്രമാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്നിൽ ആകൃഷ്ണനാണെന്ന് ചിന്തിക്കലും തീർന്നു. അവിടുന്ന് അന്തർധാനം ചെയ്തു. ഇപ്പോൾ എങ്ങടാ പോയെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ അവർ പരസ്പരം സമാശ്വസിപ്പിച്ചും കൊണ്ട് എല്ലാവരും കൂടി യമുനാ തീരത്തേക്ക് കുറേ നേരം പിന്നെയും തെരഞ്ഞു എന്നാണ്. അങ്ങനെ പിന്നെ ആ ചന്ദ്രൻ അസ്തമിക്കണ സമയമായപ്പോൾ കൂരിരുട്ടായ സമയത്ത് എല്ലാവരും യമുനാ തീരത്ത് വന്നിട്ട് ഭഗവാനെ തന്നെ കീർത്തിച്ചും കൊണ്ട് കരഞ്ഞും കൊണ്ട് അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ ഭഗവാന് സങ്കടം തോന്നിയെന്നാ. ആ വിരഹം അനുഭവിച്ചും കൊണ്ട് ഭഗവാനിൽ തന്നെയാണ് ഇപ്പോൾ മനസ്സ്. പറഞ്ഞില്ലേ ഭഗവാന്റെ ലീലകളൊക്കെ ആടിയും അവരങ്ങനെ സമയം കഴിച്ചു കൂട്ടിയത് പറഞ്ഞു. അപ്പോൾ ആ മനസ്സ് ഇപ്പോൾ തന്നൽ മാത്രമാണ്. ഇപ്പോൾ അഹന്ത തീരെ ഇല്ലാണ്ടായി എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ വീണ്ടും അവരുടെ മുന്നിൽ ആ മന്മഥനായും കൊണ്ട് അവരുടെ മുന്നിൽ സുന്ദരസ്വരൂപിയായും കൊണ്ട് അവരുടെ മുന്നിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടലും അവരെല്ലാം മറന്നുകൊണ്ട് അല്ലേ, ഇനി ഒരിക്കലും ഭഗവാനെ കാണാൻ കിട്ടില്ല എന്ന് വിചാരിച്ചതാ. അപ്പോൾ ഭഗവാന്റെ ദർശനം അങ്ങോട്ട് കിട്ടിയപ്പോഴേക്കും അവർക്കുണ്ടായ ആനന്ദത്തിന് അതിരില്ല. അവരെന്തൊക്കെ ചെയ്തു കൂട്ടിയില്ല ഹേ ഗുരുവായൂരപ്പ. അങ്ങനെയുള്ള അവരിൽ സന്തോഷിച്ച ഗുരുവായൂരപ്പ അടിയൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം സമർപ്പിക്കുന്നത്. അപ്പോൾ 67ാമത്തെ ദശകത്തിലെ ആ ഗോപികമാരുടെ വിരഹം ആണ് കാണിക്കുന്നത്. ഈ ഒരു ഭാഗം അവർ ആ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കരഞ്ഞ് പ്രകീർത്തിച്ചും കൊണ്ടിരിക്കുന്ന ഭാഗം ഗോപികാഗീതമായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത്. ആ ഭാഗം ഇവിടെ ഒരു ശ്ലോകത്തിൻ്റെ ഒരു പാദത്തിൽ അങ്ങോട്ട് ചുരുക്കി മേൽപ്പത്തൂര്. എന്നിട്ട് ഇനി അടുത്ത ദശകത്തിൽ ഭഗവാനെ കണ്ട സമയത്ത് അവർക്കുണ്ടായിരുന്ന പ്രതികരണം അത് മുഴുവൻ ഭംഗിയായിട്ട് ആ ഗോപികാഗീതത്തിൻ്റെ അതേ വൃത്തത്തിൽ സമാവൃത്തം ആയിക്കൊണ്ട് അതിവിടെ വിസ്തരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദശകം 69ലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ രാസക്രീഡ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അപ്പോൾ ഈ 67ാമത്തെ ദശകവും ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. നാളെ നമുക്ക് 68, 69 എന്നുള്ള 2 ദശകങ്ങൾ, നാളെ നാരായണീയ ദിനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭഗവാന്റെ കാരുണ്യം എന്ന് വേണം പറയാൻ. ഭഗവാന്റെ പ്രസാദമായിട്ടാണ് ഈ 3 ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് പല ദിവസങ്ങളിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാവാം വേണമെങ്കിൽ ഭഗവാൻ. എന്തായാലും എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കും. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിതഭോഗലീലാ അസീമമാനന്ദഭരം പ്രപന്ന മഹാന്തമാപുർമദമംബുജാക്ഷ്യ നിലീയത്തെ അസൗ മയി മയ്യമായം രമാപതിർവിശ്വമനോഭിരാമ ഇതി സ്മ സർവാ കലിതാഭിമാനാ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോഭൂ രാധാഭിധാം താവദജാതഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ മഹാനുപാദായ ഗതോ വിദൂരം തയാ സഹസ്വൈരവിഹാരകാരീ തിരോഹിതേ അഥ ത്വയി ജാതതാപാ സമം സമേതാ കമലായതാക്ഷ്യ വനേ വനേ ത്വാം പരിമാർഗയന്ത്യോ വിഷാദമാപുർഭഗവന്നപാരം ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദിതാസ്ത്വത്പ്രവണാവിലേപു നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര ത്വദാത്മികാസ്തായ മുനാതടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോപി തഥൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശരാധാം തതഃ സമം താവിപിനേ സമന്താത് തമോവതാരാവധിമാർഗയന്ത്യ പുനർവിമിശ്രായ മുനാതടാന്തേ ഭൃശം വിലേപുഷ്യ ഭവദ്ഗുണാംസ്തേ
തഥാ വ്യഥാ മാനസസങ്കുലാനാം വ്രജാംഗനാനാം കരുണൈകസിന്ധോ ജഗത്രയീ മോഹനമോഹനാത്മാ ത്വം പ്രാദുരാസീരൈ മന്ദഹാസി സന്ദിഗ്ധസന്ദർശനമാത്മകാന്തം ത്വം വീക്ഷ്യ തന്വ്യഃ സഹസാ തദാനീം കിം കിം ന ചക്രു പ്രണയാതിഭാരാത് സത്വം ഗദാത് പാലയ മാരുതേശ. ഗുരുവായൂരപ്പാ ശരണം.